കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആഗോള സഭയിൽ ഇന്നേ ദിനം ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുസഭയുടെ ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള മരിയൻ പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആഘോഷിക്കുവാൻ സ്വർഗം നൽകിയ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ശുശ്രൂഷ നമുക്കായി കർത്താവ് ഒരുക്കുന്നത്. നമുക്കറിയാം, റോസമിസ്റ്റിക് അമ്മ 1946-47 കാലഘട്ടങ്ങളിൽ പെരീന ഗല്ലി എന്ന് പറയുന്ന ഒരു സാധാരണ നേഴ്സായിട്ടുള്ള ഒരു സ്ത്രീ, അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ സന്ദേശങ്ങളിൽ വളരെ പ്രധാനമുള്ളൊരു സന്ദേശം ഇതായിരുന്നു: എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി നിങ്ങൾ ആഘോഷിക്കണം. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലായി എന്ന് വരില്ല. മനസ്സിലായില്ലെങ്കിലും സ്വർഗം നൽകുന്ന സന്ദേശങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. നിങ്ങളേവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 34-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ സങ്കീർത്തന വചനം പറയുന്നു: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. സങ്കീർത്തകനായ ദാവീദിന്റെ വിജയ രഹസ്യം ഈ വചനത്തിൽ കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ കർത്താവിനെ എന്നും സ്തുതിക്കും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും. ദാവീദിന്റെ ജീവിതം ദൈവസ്തുതിയുടെ ജീവിതമായിരുന്നു. നിരന്തരമായ ദൈവസ്തുതിയുടെ ജീവിതം. ഈ ദൈവസ്തുതിയാണ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവാശ്രയത്വത്തോടെ മുന്നോട്ടു പോകുവാൻ തനിക്ക് കരുത്തു പകർന്നത്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ജീവിതം പൂർണ്ണമായും ദൈവസ്തുതിയുടെ ജീവിതമായിരുന്നു. എപ്പോഴും തൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു നമ്മുടെ അമ്മ മാതാവിൻ്റെ ജീവിതം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനത്തിൽ പരിശുദ്ധ അമ്മ പറയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതെപ്പോഴാണ് പരിശുദ്ധ അമ്മ ഉദ്ഘോഷിച്ചത്? ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് അമ്മ പറഞ്ഞത്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ അമ്മ ദൈവകൃപ നിറഞ്ഞവളായതിൻ്റെ, ദൈവകൃപയിൽ ജീവിച്ചതിൻ്റെ രഹസ്യമാണ് ഈ വചനം പറഞ്ഞു തരുന്നത്. പൂർണ്ണമായും ദൈവസ്തുതിയുടെ ദൈവാരാധനയുടെ ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജീവിതം. ഈ വചനത്തിന് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈ ഫാത്തിമ ദിനത്തിൽ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഒരു മനസ്സോടെ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോവാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം നൽകിയ എല്ലാ പ്രവചന സന്ദേശങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ സഭയിലേക്കും സ്വീകരിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങൾ ഈ തലമുറയിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രേക്ഷിതരായി
മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിലേക്ക് കൃപ തരണമേ, കൃപ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ആത്മാവിന്റെ കൃപാദാനങ്ങൾ നൽകണമേ, ദാനഫല വരങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിരന്തരമായ ദൈവസ്തുതിയുടെ ജീവിതമായി, ദൈവാരാധനയുടെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ഒന്നിച്ചു വിളിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, തിരുസഭയിലേക്ക് വരണമേ. എല്ലാ ജനതകളിലേക്കും വരണമേ. പരിശുദ്ധാത്മാവേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിരന്തരമായ ദൈവസ്തുതിയുടെ ജീവിതമായി ഞങ്ങളെല്ലാം അഭിഷേകം ചെയ്യപ്പെടുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. അമ്മ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. യെസ് ലോർഡ്, യെസ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് മുൻപിൽ കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ഈ സമയം പരിശുദ്ധാത്മാവ് നൽകുന്ന എല്ലാ ആലോചനകളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. ജീസസ്. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലോകത്തിൻ മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, എന്താണ് സ്വർഗം നമ്മോട് പറയുന്നത്? ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കൃപ ചെയ്യണമേ. പരിശുദ്ധ ജ്ഞാനത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹോളി വിസ്ഡം, ഹോളി വിസ്ഡം ഞങ്ങൾക്ക് നൽകണമേ. ലാസലേറ്റും ഫാത്തിമയും മെജുഗോറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും മെജുഗോറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഈശോയേ, കൃപ തരണമേ, കൃപ തരണമേ. കാലത്തിന്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കൃപ തരണമേ. ലാസലേറ്റും ഫാത്തിമയും മെജുഗോറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. അനുതാപത്തിന്റെ കൃപ, മനസാന്തരത്തിന്റെ കൃപ കർത്താവേ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. മനസാന്തര അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി, ഇരുകരങ്ങൾ ഉയർത്തി അനുതാപത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, മനസാന്തരത്തിന്റെ അഭിഷേകത്തിനായി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്കും ജനതകൾക്കും വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, കഠിന പാപികൾക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ മാനസാന്തര കൃപകൾ ചൊരിയണമേ. മാനസാന്തരത്തിന് കൃപ നൽകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദിനംതോറും ഞങ്ങൾ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇളങ്ങി ആരാധിക്കുന്നു. കാലത്തിന് പ്രത്യേകത വ്യാഖ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫാത്തിമ ദിനത്തിൽ സ്വർഗത്തിന്റെ സകല നൽവരങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകൾ സ്വീകരിക്കാൻ നമുക്ക്. വളരെ ശ്രേഷ്ഠമായ കൃപ നിറഞ്ഞൊരു ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം. ഫാത്തിമയുടെ കുന്നിൻ ചെരുവിൽ ആദ്യമായി സ്വർഗം വിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ഇറങ്ങി വന്ന പുണ്യദിനമാണ്. 1917 മെയ് 13 അമ്മ ആ കുന്നിൻ ചെരുവിൽ ഇറങ്ങി വന്നത്. എൻ്റെ സഹോദരങ്ങളെ, തിരുസഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ പലയിടങ്ങളിൽ പല ദേശങ്ങളിലായി അനേക പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകവും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വലിയ മരിയൻ പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് പാപികളുടെ മാനസാന്തരമാണ്. പാപികളുടെ മാനസാന്തരം. കഠിന പാപികൾ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം അനുഷ്ഠിക്കുക. പരിശുദ്ധ അമ്മ മാതാവ് വേദനയോടെ വെളിപ്പെടുത്തിയ സന്ദേശമാണിത്. ഒപ്പം തന്നെ യുഗാന്ത സഭയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ കാണുവാൻ പറ്റും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുവെന്ന് പരിശുദ്ധ അമ്മ മാതാവ് അറിയിക്കുകയായിരുന്നു. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ അവസാന ആ പ്രത്യക്ഷീകരണത്തിൽ സൂര്യനിൽ അമ്മ ചെയ്ത ആ വലിയ ദൈവിക അടയാളം, ഈ അടയാളത്തെക്കുറിച്ച് പിന്നീട് പരിശുദ്ധ അമ്മ മാതാവ് അറിയിച്ചത്, സൂര്യനിൽ ഞാൻ ഈ അടയാളം കാണിച്ചത് കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ പലവിധ പ്രതിഭാസങ്ങളുടെ കാലയളവിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചുവെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് അത്ഭുതം ഞാൻ കാണിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും പല അടയാളങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. സ്വർഗം നൽകുന്ന അടയാളങ്ങൾ അത് നമുക്കുള്ള ചില മുന്നറിയിപ്പുകളായിരിക്കാം, തിരുത്തലുകളായിരിക്കാം, സ്നേഹത്തിൻ്റെ ആലോചനകളായിരിക്കാം. ദൈവം നൽകുന്ന അടയാളങ്ങളെല്ലാം നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും ആവശ്യമായിട്ടുള്ള അടയാളങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 24-3 നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അവർ ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ ആഗമനത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധ വചനത്തിൽ കാണുവാൻ പറ്റും. കർത്താവ് പല അടയാളങ്ങളും വ്യക്തമായി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം സഭയുടെ ചരിത്രത്തിൽ
പല പ്രാവശ്യവും പല സമയത്തായി പലപ്പോഴും നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ ഈ അടയാളങ്ങളുടെ നിവൃത്തികൾ അതിൻ്റെ ഒരു ഫുൾനെസ്, പൂർണ്ണതയിലേക്ക് എത്തുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, യുഗാന്തത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞു, നമ്മൾ അവസാന നാളുകളിലാണ്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രവചന വാക്കുകളൊന്നും യാദൃച്ഛികങ്ങളല്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്. തന്റെ ജനത്തോട് ആത്മാവ് സംസാരിക്കുന്ന ദൈവിക ആലോചനകളാണ്. അടയാളങ്ങൾ ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. പല അടയാളങ്ങളും കർത്താവ് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ തന്നെ വളരെ പ്രധാനമായൊരു അടയാളമാണ് മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ ഇത് മാതാവിന്റെ സന്ദേശങ്ങളല്ല, ഇത് അമ്മയുടെ വാക്കുകളല്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയോട് പറയുന്നുണ്ട്, മറിയത്തിന്റെ വാക്കുകൾ അവളുടെ സ്വന്തമല്ല, അത് പരിശുദ്ധ ത്രിത്വത്തിന്റെ വാക്കുകളാണ്. സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം. മറിയത്തിലൂടെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ, അത് ഫാത്തിമയാകാം, ലൂർദാകാം, മെജൂറി ആകാം, ഗുഡലൂപ്പയാകാം, ലാസലേറ്റ് ആകാം, അത് റോസമിസ്റ്റിക് ആകാം, എവിടെയാകട്ടെ സഹോദരങ്ങളെ, നമുക്ക് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങള് പരിശുദ്ധ ത്രിത്വത്തിന്റെ സന്ദേശങ്ങളാണ്. അത് ത്രിയേകതയും നൽകുന്ന ആലോചനകളാണ്. അത് നമുക്ക് വളരെ രക്ഷാദായകമായ വചനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ അടയാളങ്ങൾ, പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രത്യക്ഷീകരണങ്ങൾക്കെല്ലാം സ്വർഗം തെരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്, കുഞ്ഞുമക്കളെയാണ് തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാനും ചില സ്ത്രീകളെ. എൻ്റെ സഹോദരങ്ങളെ, 7, 9, 10 വയസ്സ് മാത്രമുള്ള 3 കുഞ്ഞുങ്ങളെയാണ് സ്വർഗം ഈ വലിയ സന്ദേശങ്ങൾ സഭയെയും ലോകത്തെയും അറിയിക്കുവാനായി തെരഞ്ഞെടുത്തത്. എന്നെ ഒത്തിരിയധികം അതിശയിപ്പിച്ച കാര്യം അതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ എട്ടും പൊട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വളരെ വളരെ ചെറിയ കുഞ്ഞുങ്ങള്. ഒരു 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, അത് 100 വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ലോകം ഇന്ന് ഇതുപോലെ ടെക്നോളജിയിലും അതുപോലെ തന്നെ അറിവിലും വിജ്ഞാനത്തിലൊന്നും ഇതുപോലെ വളർന്നിട്ടില്ല. വളരെ പ്രാകൃതമായുള്ള ഒരു കാലയളവാണ് ആ സമയം. വാർത്താ മാധ്യമങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു സംഭവം ലോകത്തിലേക്ക് എത്തിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു. ഇന്നത്തെ പോലെ ടെലിവിഷനോ സോഷ്യൽ മീഡിയയോ മറ്റ് ഒരു പ്ലാറ്റ്ഫോമുകളുമില്ല. അങ്ങനെയൊരു കാലയളവിലാണ് പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം ഈ പ്രവചന സന്ദേശങ്ങള് സഭയെയും ലോകത്തെയും അറിയിക്കുവാൻ ഈ 3 ഇടയ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്തത്. ജസീന്ത, ഫ്രാൻസിസ്, ലൂസി. ജസീന്ത എന്ന് പറയുന്ന കുഞ്ഞിന് വെറും 7 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 7 വയസ്സ്. ഒരു 7 വയസ്സുള്ള കുഞ്ഞിന് എന്ത് പക്വതയുണ്ടാവും? സ്വർഗം ആ കുഞ്ഞിനെ തെരഞ്ഞെടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ കാരണം എന്താ? ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ശിശു സഹജമായൊരു മനസ്സ് നമുക്കുണ്ടാകണം, നിഷ്കളങ്കമായൊരു ഹൃദയം നമുക്കുണ്ടാകണം, ലോകത്തിൻ്റെ കാപട്യങ്ങൾ, ലോകത്തിൻ്റെ മലിനതകളും ഏൽക്കാത്ത ഒരു ശുദ്ധമായ ആത്മാവ് നമുക്കുണ്ടാകണം. ആ 3 ഇടയ കുഞ്ഞുങ്ങൾ താമസിച്ചിരുന്നത് ഒരു കുഗ്രാമത്തിലാണ്. ലോകത്തിൻ്റെ പരിഷ്കാരങ്ങളും ആ കാലഘട്ടത്തിൻ്റെ തിന്മകളൊന്നും ഒത്തിരി ആ ഗ്രാമത്തിൽ എത്തിയിട്ടില്ല. അതിൻ്റെ നിഷ്കളങ്കതയും നറുമല്യവും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. ചുലുക്കാട് സുവിശേഷം 10-ാം അധ്യായം 21-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു.
എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം. ഈ സ്വർഗീയമായ വെളിപാടുകളും ആത്മീയ സന്ദേശങ്ങളും ആർക്കാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ശിശുക്കൾക്കാണ്. ശിശു സഹജമായ ഹൃദയമുള്ളവർക്ക്, ശുദ്ധമായ ആത്മാവുള്ളവർക്ക്, അവർക്കാണ് ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ, സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുപോലെ നിർമ്മലതയുള്ള ആത്മാക്കൾക്ക് മാത്രമാണ്, കൃപയുള്ളവർക്ക് മാത്രമാണ്. യേശു പറഞ്ഞില്ലേ, കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയാ. ദൈവത്തിന്റെ കൃപ വേണം, ഗ്രേസ് വേണം, പരിശുദ്ധ ജ്ഞാനം വേണം. അതിന് ശുദ്ധമായൊരു ആത്മാവുണ്ടാകണം, നിഷ്കളങ്ക ഹൃദയമുണ്ടാകണം. ഈ രഹസ്യങ്ങളെല്ലാം അങ്ങ് വെളിപ്പെടുത്തിയത് ജ്ഞാനികൾക്കല്ല, ലോകത്തിന് മുൻപിൽ അറിവും വിജ്ഞാനമുള്ളവർക്കല്ല, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ, നിഷ്കളങ്കമായ ആത്മാക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. നമ്മുടെ കർത്താവ് സ്തുതിക്കുകയാണ്, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നിന്റെ മേലുണ്ടാകണം. ജ്ഞാനത്തിൻ്റെ മുദ്രയുള്ളവർക്ക് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആനുകാലിക സംഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും സംഭവിക്കുന്ന വിവിധങ്ങളായ സംഭവങ്ങളിലൂടെ ലോകത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രതിഭാസങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ ദൈവിക ആലോചന മനസ്സിലാക്കാൻ എൻ്റെ സഹോദര സഹോദരി, നിനക്കും എനിക്കും കഴിയണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം വേണം, ജ്ഞാനത്തിന്റെ മുദ്രയുണ്ടാകണം. നമ്മൾ മുദ്രിത ആത്മാക്കളാകണം. ദൈവത്തിന്റെ കൃപ വേണം. അതിനാവശ്യമായ ശുദ്ധത എൻ്റെ ആത്മാവിനുണ്ടാകണം. ലൂക്കായുടെ സുവിശേഷം 12:56 കർത്താവ് ചോദിച്ചില്ലേ, ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല? സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് വേണ്ടി സ്വർഗം നൽകുന്ന ശക്തമായ അടയാളങ്ങളാണ് ഓരോ മരിയൻ പ്രത്യക്ഷീകരണവും. അതിലേറ്റവും ശ്രേഷ്ഠമായൊരു പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. ആ ദിനത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കൂടുതൽ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുൻപിലായിരിക്കും നമുക്ക് ശ്രദ്ധിക്കാം. പലപ്പോഴും പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ അനേകർ തെറ്റിദ്ധരിക്കുന്നു, സംശയിക്കുന്നു, ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായോ തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾക്കും വിശ്വാസ സത്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമല്ലാത്ത നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, വെളിപാടുകളെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ദൈവവചനത്തിന് വിരുദ്ധമാകരുത്, സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസ സത്യങ്ങൾക്കും വിരുദ്ധമാകരുത്. അതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങളോ സന്ദേശങ്ങളല്ല, പ്രവചനങ്ങളല്ല. ഒരുപാട് കള്ളപ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്കറിയാം, അത് ഫാത്തിമ പ്രത്യക്ഷീകരണം മാത്രമല്ല, പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന ഓരോ പ്രവചന സന്ദേശവും അത് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട സന്ദേശങ്ങളാണ്. കാരണം അത് പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. സഭയുടെ സത്യപ്രബോധനങ്ങൾക്കോ വിശ്വാസ സത്യങ്ങൾക്കോ വിരുദ്ധമായി ഒരിടത്തും പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം സന്ദേശങ്ങൾ നൽകി. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഒഫീഷ്യലായി ഫാത്തിമ പ്രത്യക്ഷീകരണം, ലൂർദ്, അതുപോലെ തന്നെ ലാസലൈറ്റ്, ഗുഡലൂപ്പ, റോസ മിസ്റ്റിക്ക, ഇങ്ങനെ അനേകം ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് തിരുസഭ ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. സഭ വർഷങ്ങളോളെടുത്ത് പഠിച്ച് അതിലുള്ള സൂപ്പർ നാച്ചുറൽ ദൈവീകമായ ഇടപെടലുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് സത്യമായും ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ഇത് സ്വർഗം തന്ന സന്ദേശമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. അതുകൊണ്ട് ഫാത്തിമയിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ സന്ദേശങ്ങളിൽ നമ്മൾ അവിശ്വസിക്കേണ്ട.
സംശയിക്കേണ്ട, നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട, നമ്മൾ ചഞ്ചലചിത്തരാകേണ്ട. പരിശുദ്ധ വചനം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വചനം 5:20 പറയാണ്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളെ, പ്രവചന വാക്കുകളെ നമ്മൾ നിന്ദിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇത് ജീവനുള്ള കർത്താവിന്റെ വചനമാണ്. വചനം മാറില്ല സഹോദരങ്ങൾ, വചനത്തിന് മാറ്റമില്ല. പ്രവചനങ്ങളെ നിന്ദിക്കരുത്, കാരണം അത് പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ടതാണ്. പത്രോസ്ലീഹ ഈ സത്യം ഉറപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങള് അത് മാനുഷിക ബുദ്ധിയിൽ ഉദിക്കുന്നൊരു കാര്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 7 വയസ്സുള്ള, 9 വയസ്സ് പ്രായമുള്ള, 10 വയസ്സ് മാത്രമുള്ള ഈ 3 കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്ത് തിയോളജി അറിയുന്നത്? ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനോ ദൈവിക അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള അറിവോ പാണ്ഡിത്യമോ അതിനാവശ്യമായ ജ്ഞാനമോ ഒന്നും തന്നെ ആ കുഞ്ഞുങ്ങൾക്കില്ല. ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൃപാവരമാണ്, ദൈവിക ഇടപെടലാണ് ആ കുഞ്ഞുങ്ങളിൽ സംഭവിച്ചത്. ഈ വചനം പറയുന്നുണ്ട്, അത് മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, അത് മനുഷ്യൻ മെനഞ്ഞെടുത്ത് കൽപ്പിത കഥകളല്ല, അത് സാങ്കല്പിക കഥകളല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവർ സംസാരിച്ചതാണ് ഈ പ്രവചന വാക്കുകള്, പ്രൊഫറ്റിക് വേർഡ്സ്. അപ്പോൾ ഈ പ്രവചനങ്ങൾ നമ്മൾ വിശ്വസിക്കും. സ്വർഗം തരുന്ന പ്രവചനം കള്ളപ്രവചനങ്ങളല്ല, വ്യാജ പ്രവചനങ്ങളല്ല. അതൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. അതിന് പുറകെ പോകാനല്ല കർത്താവ് പറയുന്നത്. എത്ര പേരെ അതിന് പുറകെ പോയി കെണിയിൽപ്പെട്ടു പോയി പലപ്പോഴും പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം തരുന്ന യഥാർത്ഥ പ്രവചനങ്ങളെ അവിശ്വസിക്കരുത്, പുച്ഛിക്കരുത്, നിസാരമായി തള്ളിക്കളയരുത്. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ നിത്യജീവന് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വർഗം തരുന്ന പ്രവചന ദൂതകളാണ്. അത് വിശ്വസിക്കാനും അത് ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുമുള്ള ദൗത്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വരാം. കാരണം പരിശുദ്ധാത്മാവ് ഈ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കും നമ്മളെ. അവൻ പ്രവചനത്തിൻ്റെ ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ സ്വമതയെ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, ലോകത്തിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കും. ആരറിയിക്കും? പരിശുദ്ധാത്മാവ് അറിയിക്കും. നമ്മൾ ഫാത്തിമ പ്രത്യക്ഷീകരുടെ അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അന്ന് 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം. ജനം അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആരും അത് വിശ്വസിച്ചില്ല, പുച്ഛിച്ച് തള്ളി. നിസാര വർഷങ്ങളെ കഴിഞ്ഞുള്ളൂ സെക്കൻഡ് വേൾഡ് വാർ, 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പരിശുദ്ധ അമ്മ പറഞ്ഞു, രക്ഷയെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം, അല്ലെങ്കിൽ അവളുടെ തെറ്റുകൾ ലോകം മുഴുവനും പ്രചരിപ്പിക്കും, ലോകം മുഴുവനെയും പഠിപ്പിക്കും. പരിശുദ്ധ അമ്മ മാതാവ് ഈ സന്ദേശം നൽകുമ്പോൾ റഷ്യയിൽ സാർ ചക്രവർത്തിമാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ കമ്മ്യൂണിസം വളർന്നിട്ടില്ല, ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് എ പ്രൊഫസി, അതൊരു പ്രവചനമായിരുന്നു. അവിടെ നിസ്സാര വർഷം കഴിയുമ്പോഴേക്കും നമുക്കറിയാം കമ്മ്യൂണിസം അവിടെ വേര് പിടിക്കുന്നത് വളരുന്നു. നിസാര വർഷങ്ങൾക്കുള്ളിൽ അത് ലോകരാജ്യങ്ങളിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പടരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ പ്രബോധനങ്ങളിൽ ആകർഷിക്കപ്പെട്ട് കോടിക്കണക്കിന് മനുഷ്യർ അതിലേക്ക് കടന്നു വരികയാണ്.
എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നൽകപ്പെടുന്ന സന്ദേശങ്ങൾ പെട്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആ സമയത്ത് അതൊന്നും അതിന് ലക്ഷങ്ങൾ കാണുന്നില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് അറിയും. കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ മറിയം. മറിയത്തിന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിന്റെ ആലോചനകളാണ്, പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ മറിയത്തിലൂടെ സഭയോടും ലോകത്തോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവേ മരിയ, അവേ മരിയ. എൻ്റെ സഹോദരങ്ങളെ, 1917 മെയ് മാസം 13 മുതൽ ഒക്ടോബർ മാസം 13 വരെയുള്ള എല്ലാ മാസത്തിലും 13-ാം തീയതി 6 പ്രാവശ്യമാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈ ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് 6 പ്രാവശ്യം ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ അമ്മ മാതാവ് അറിയിച്ചു. പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നതിനേക്കാൾ 1 വർഷം മുൻപ് കർത്താവ് അയച്ച കർത്താവിൻ്റെ മാലാക ഈ 3 കുഞ്ഞുങ്ങളെ ഈ സന്ദേശങ്ങൾക്കായി, ഈ ദൈവിക ഇടപെടലുകൾക്കായി ഒരുക്കുകയാണ്. കർത്താവിൻ്റെ മാലാക 3 പ്രാവശ്യം ഈ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അത് 1916 ആ ഒരു സമയത്താണ് 3 പ്രാവശ്യം. ആദ്യം മാലാക ഈ കുഞ്ഞുങ്ങൾ അരികിലോട്ട് വന്നു. ഈ കുഞ്ഞുങ്ങളാകെ അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് മനസ്സിലായി ഇതൊരു ദൈവത്തിന് ഇടപെടലാണെന്ന്. അങ്ങനെ ആദ്യ സമയത്ത് ആ മാലാക തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു മാപ്പപേക്ഷ പ്രാർത്ഥനയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ദൈവമായ കർത്താവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അവിടുത്തെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അവിടുത്തെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അവിടുത്തെ പ്രത്യാശർപ്പിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി, എന്ന് പറഞ്ഞാൽ നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന മാലാക പഠിപ്പിക്കുകയാണ്. ഇത് മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയല്ല. മാലാക പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി സ്വർഗം തരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന പ്രകാരമായിരുന്നു ആ മാപ്പപേക്ഷ പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരും ഒരുമിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എത്ര ശക്തമായൊരു പ്രാർത്ഥന! വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്. കാരണം അത് സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ്. മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയല്ല. മാലാക പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, കഠിന പാപികൾ അനുതപിക്കാൻ വേണ്ടി, ലോകം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. എൻ്റെ കുഞ്ഞുങ്ങളെ, ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ മാപ്പപേക്ഷ പ്രാർത്ഥന ചൊല്ലുക. തുടർന്ന് മാലാക ഈ 3 കുഞ്ഞുങ്ങളോട് ഇപ്രകാരം ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരം എന്താണ് ആവശ്യപ്പെട്ടത്? ദൈവത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സകല പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികളും കാഴ്ചയായി അർപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ വളരെ മുഴങ്ങി നിന്ന ഒരു പ്രധാന സന്ദേശം എന്താ? പാപികളുടെ മാനസാന്തരം. കഠിന പാപികൾ മാനസാന്തരപ്പെടാൻ വേണ്ടി, പാപികൾ നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തം ചെയ്യുവാൻ സ്വർഗം ആവശ്യപ്പെടുകയാണ്. 2-ാം പ്രാവശ്യം മാലാക ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ
ആ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാറുണ്ടോ എന്നാ ചോദിച്ചത്. ഇന്ന് സ്വർഗം നമ്മോട് ചോദിക്കുക, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആത്മീയ പരിപോഷണത്തിന് വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചന ധ്യാനം, കർത്താവിനോട് കൂടെയുള്ള ജീവിതം, ഇതെല്ലാം നമ്മോട് നിരന്തരം പരിശുദ്ധാത്മ ചോദിക്കുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുന്നുണ്ടോ? മാലാഖ ചോദിച്ചു, ഞാൻ അന്ന് പറഞ്ഞ പ്രാർത്ഥന മക്കളെ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ, ആവർത്തിച്ച് ചൊല്ലുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. തുടർന്ന് മാലാഖ പറഞ്ഞു, ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൃപകളായി സ്വീകരിക്കുക, അത് പാപികൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിൽ നടമാടുന്ന ദൈവ നിന്ദകൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നിങ്ങൾ മാപ്പ് ചോദിച്ച് ആ സഹനങ്ങളെ കൃപകളായി നിങ്ങൾ കാഴ്ചവെക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ ഇതുപോലെ നമ്മൾ കൃപകളായി സ്വീകരിച്ച് കാഴ്ചവെച്ചാൽ ആ സഹനങ്ങളിലൂടെ ഒത്തിരി ആത്മാക്കളിൽ വീണ്ടെടുപ്പ് നടക്കും. അവിടെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന സഹോദരൻ. മൂന്നാം പ്രാവശ്യം ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അവർ കാണുകയാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു കാസ് നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തിരുവോസ്തി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് തിരുവോസ്തി അവർ കാണുകയാണ്. അവരെ കുർബാന സ്വീകരണത്തിനായിട്ട് അവർ ഒരുക്കുകയാണ്. അതിനു മുൻപ് ഇപ്രകാരം മാലാഖ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താണ് അവരെ പഠിപ്പിച്ചത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങേ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങേക്കെതിരെ നിന്ന, എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിൻ്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. കുർബാന സ്വീകരണത്തിന് തൊട്ട് മുൻപ് ഈ പ്രാർത്ഥന മാലാഖയിലൂടെ സ്വർഗം പഠിപ്പിക്കുക. ഞാൻ വിശ്വസിക്കുന്നു നമ്മളിതെല്ലാം പഠിച്ച് കൃപയോടെ നമ്മൾ ചെയ്താൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചു ജീവിതത്തിലൂടെ ഒത്തിരിയേറെ ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നമുക്ക് പറ്റും. ജഡിക പാപത്താലും അവിശ്വാസത്താലും ലോക അരൂപിയാലും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളാലും പാപമ്ലേച്ഛതകളാലും പിശാച് ബന്ധിച്ച അനേകം ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ നിന്റെ സഹനങ്ങൾക്ക് കഴിയും, നിന്റെ പ്രാർത്ഥനകൾക്ക് കഴിയും. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ സഹനങ്ങൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ കണ്ണുനീര് കർത്താവിന് ആവശ്യമുണ്ട്. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ആലോചന സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന് ആവശ്യമുണ്ട്. കുർബാന സ്വീകരണത്തിന് മുൻപാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. അതിനുശേഷം മാലാഖ എന്ത് ചെയ്തു എന്നറിയോ? ലൂസിക്ക് തിരുവോസ്തി കൊടുക്കുകയാണ്. ജെസിന്തയ്ക്കും ഫ്രാൻസിസിനും തിരുരക്തം കുടിക്കാൻ കൊടുക്കുകയാണ്. അതിനുശേഷം മാലാഖ വീണ്ടും ആ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നന്ദിഹീനരായ മനുഷ്യരാൽ ഘോരമായി അപമാനിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ശരീരരക്തം എടുത്ത് അനുഭവിക്കുക. അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും നിന്റെ ദൈവത്തെ ആശ്വസിപ്പിക്കുക, നിന്റെ കർത്താവിന്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്റെ സഹോദരങ്ങൾ, എത്ര ശക്തമായ സന്ദേശമാണ്! കർത്താവിന്റെ രക്തശരീരങ്ങൾ ആത്മീയൊരുക്കത്തോടെ എല്ലാ ദിവസവും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക, കർത്താവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. സ്വർഗം നൽകിയ ശക്തമായ ഒരു സന്ദേശമായിരുന്നു. ഈ ഒരു വർഷക്കാലം ഈ മാലാഖയിലൂടെ ദൈവം ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിനോട് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ ദൈവിക ഇടപെടല്, ഒരു വലിയ ദൈവ പ്രവൃത്തി സഭയിലും ലോകത്തിലും സംഭവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഒരു വർഷക്കാലം കർത്താവ് കുഞ്ഞുങ്ങൾ ഒരുക്കി തൻ്റെ മാലാഖയിലൂടെ. 1913 മെയ് മാസം 13-ാം തീയതി ആ കുന്നിൻ ചെരുവിൽ ആ കുഞ്ഞുങ്ങൾ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്
അന്തരീക്ഷം മാറുന്നു. നമുക്കറിയാം ആ ചരിത്രമൊക്കെ. കാർമേഘം വരുന്നു, ശക്തമായ ഇടിയും മിന്നലും കാറ്റും മഴയ്ക്കുള്ള ആരംഭമാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങൾ അടുക്കളയും കൊണ്ട് തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ ഒരുങ്ങി അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഓക്കുമരത്തിൻ്റെ മുകളിൽ വളരെ സുന്ദരിയായ മഹത്വപൂർണയായ ഒരു സ്ത്രീ കാണുന്നത്. അത് ലൂസിയാണത് കണ്ടത്. അവർ ആ സ്ത്രീയെ വിളിച്ചു, യു ആർ ഗ്രേസ് എന്നാ വിളിച്ചത്. കൃപ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവളെ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന് വരുന്നതാണ്. എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിനാണ് വരുന്നത്. അമ്മ അവർക്ക് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് മനസ്സിലായി, ഇത് സാധാരണ സ്ത്രീയല്ല, ഇത് വെറുമൊരു മനുഷ്യ സ്ത്രീയല്ല, ഇത് അമ്മയാണ്, പരിശുദ്ധ അമ്മ മാതാവാണ്, ഒരു സ്വർഗത്തിൻ്റെ അമ്മയാണ്, ഭൂസ്വർഗങ്ങളുടെ അമ്മയാണ്. അവർക്ക് മനസ്സിലായി, ആ കൊച്ചു ബുദ്ധിക്ക് അത് മനസ്സിലാവാണ്. പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞ 1-2 കാര്യങ്ങൾ, ആദ്യ പ്രത്യക്ഷീകരണ സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് അമ്മ പറഞ്ഞത്? ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? എത്ര ശക്തമായൊരു ചോദ്യം. ഇന്ന് ആ കുഞ്ഞുങ്ങളോട് ചോദിച്ച ചോദ്യം നമ്മോടാ കർത്താവ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ ഹിതത്തിനായി, പദ്ധതികൾക്കായി, സഭയിൽ, ലോകത്തിൽ ദൈവ പദ്ധതികൾ നിറവേറപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുവാനും അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങൾ തയ്യാറാണോ? ആ 3 ഇടയ കുഞ്ഞുങ്ങളോട് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗം ചോദിച്ചതുപോലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ ചോദ്യം നമ്മോട് സ്വർഗം ആവർത്തിക്കുകയാണ്. ആർ യു റെഡി? നിങ്ങൾക്കതിൽ സമ്മതമുണ്ടോ? നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, വൈദിക ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, മേഖലകളിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, നൊമ്പരങ്ങൾ, കണ്ണുനീരുകൾ, തിരസ്കരണങ്ങൾ, അപമാനങ്ങൾ, അവഗണനകൾ, ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൃപകളായി സ്വീകരിച്ച് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കുവാനുള്ള തീരുമാനം നമുക്ക് എത്ര പേർക്കുണ്ട്? അതിന് നമ്മൾ സമ്മതമുള്ളവരാണോ? ഈ ഫാത്തിമ ദിനത്തിൽ സ്വർഗം ഈ ചോദ്യം നമ്മോട് ചോദിക്കുക. നമുക്ക് എത്ര പേർക്ക് യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ്, കർത്താവ് ഞാൻ തയ്യാറാണ് എന്നെ തന്നെ സമർപ്പിക്കുവാനും അതിനുവേണ്ടി അങ്ങ് അനുവദിക്കുന്ന ഏത് സഹനവും കൃപയായി സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഏറ്റുപറയാൻ തീരുമാനമുള്ള എത്ര പേരുണ്ട്? അവർ മാതൃഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കൃപ ഒഴുകട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കർത്താവ് ഓരോ സഹനം അനുവദിക്കുമ്പോഴും ആ സഹനം കൃപയായി സ്വീകരിക്കുവാനുള്ള അഭിഷേകവും കർത്താവ് തരും. അതിനാവശ്യമായ കൃപയും ശക്തിയും കർത്താവ് തരും. തുടർന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചു വീണ്ടും അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ചോദ്യത്തിന് 3 പേർക്കും വേണ്ടി ലൂസി അതെ നിങ്ങൾ റെഡിയാണെന്ന് ഉത്തരം നൽകി. ആ സ്ത്രീ തുടർന്നു, എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും, എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ആദ്യ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശം ഇതായിരുന്നു. ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവ പദ്ധതി സഭയിൽ, ലോകത്തിൽ നിറവേറപ്പെടുവാൻ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുക. അപ്രകാരം ഒരു സമർപ്പണം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഒത്തിരി സഹിക്കേണ്ടി വരും. എന്നാൽ ആ സഹനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല. കർത്താവിൻ്റെ കൃപ ആശ്വസിപ്പിക്കുവാൻ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും, നമ്മുടെ മേലുണ്ടായിരിക്കും. ഇതിനേക്കാൾ വലിയ ഉറപ്പ് നമുക്ക് എന്താ വേണ്ടത്? എന്തുമാത്രം ആശ്വാസം, പ്രത്യാശയും തരുന്ന സന്ദേശമാണ് സഹോദരങ്ങളെ. എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ,
ആ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുക, കൃപയുള്ളതാക്കി മാറ്റുക. അതാണ് നമ്മുടെ സമർപ്പണം. നമ്മുടെ തീരുമാനം അങ്ങനെയായിരിക്കണം. വഴി പറഞ്ഞും കുറ്റം പറഞ്ഞും ശപിച്ചും ചീത്ത വിളിച്ചും നമ്മൾ ഒരുപാട് സഹനങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ഈ പറയുന്ന ഞാൻ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ബലഹീനരായി പോകുന്നു. പക്ഷെ കർത്താവിൻ്റെ കൃപ നമ്മളെ സഹായിക്കും. നമുക്കൊരാഗ്രഹമുണ്ടായാൽ, തീരുമാനമുണ്ടായാൽ, അതിനോട് അല്പമെങ്കിലും ഒരു സമർപ്പണമുണ്ടായാൽ ദൈവത്തിന് കൃപ നിന്നെ സഹായിക്കും, കൃപ നിന്നെ ബലപ്പെടുത്തും, കൃപ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ആ കൃപ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് സ്വർഗം ഉറപ്പ് തരികയാ. ഇത് മനുഷ്യന്റെ ഉറപ്പല്ല, സ്വർഗം തരുന്ന ഉറപ്പാണ്. എൻ്റെ സഹോദരങ്ങളെ, ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിന്റെ പൂർണ്ണമായി ഉള്ളടക്കം നമുക്കൊന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധയോടെ നമ്മളൊന്ന് വായിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ കൂടുതലായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ അവിടെ 9 കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത് അനുദിന കാഴ്ചകളാണ്. ഓരോ ദിവസവും നമ്മൾ കണ്ടു ദൈവം ആവശ്യപ്പെടുന്ന പാപികളുടെ മാനസാന്തരത്തിനും പാപങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക, സഹനങ്ങൾ കാഴ്ചവെക്കുക. രണ്ടാമത്തെ എന്താണ്? പ്രാർത്ഥന പരിത്യാഗങ്ങളാണ്. പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, പാപികൾക്കായി ത്യാഗങ്ങൾ ചെയ്യുക. എന്തെന്നാൽ പ്രാർത്ഥനയും പരിത്യാഗവും ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കൾ നരകത്തിൽ പോകുന്നു. സ്വർഗത്തിൻ്റെ വേദനയാണ്. പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാൻ, പ്രാശ്ചിത്തം ചെയ്യാൻ അധികം ആരുമില്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോകുന്നു. മൂന്നാമത് എന്താണ്? ഉപവാസമാണ്. നിങ്ങളുടെയും പാപികളുടെയും അവിശ്വാസികളുടെയും പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഫാസ്റ്റ് ചെയ്യുക. ഉപവാസത്തിന് വലിയ ശക്തിയുണ്ട്. ഉപവാസം നമ്മുടെ ആത്മാവിനെ ഡയറക്റ്റായി തൊടുന്നതാണ് ഈ ഉപവാസം. നമ്മുടെ ആത്മാവിനെ ഒത്തിരി ബലപ്പെടുത്തുന്ന, കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഉറപ്പിക്കുന്നതാണ് ഉപവാസം. ഉപവാസത്തിന് വലിയ ശക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. മൂന്നാമത് ഉപവാസമാണ് പറയുന്നത്. ഉപവസിച്ചു പല വിധത്തിൽ ഉപവസിക്കാമല്ലോ. ഭക്ഷണത്തിൽ മാത്രമല്ല, ഒത്തിരി കാര്യം ഉപവസിക്കുക. നമ്മൾ ഉപവസിക്കണം. ഉപവാസത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ വരണം. നാലാമത് എന്താ നമ്മൾ കാണുന്നത്? ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ജീവിതവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയും അനിവാര്യമാണെന്ന് ഫാത്തിമ സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഭക്തിയാണ്, പരിശുദ്ധ കുർബാനയോടുണ്ടായിരിക്കേണ്ട സ്നേഹമാണ്. അഞ്ചാമത് എന്താണ്? അനുദിന ജപമാല. നമ്മൾ ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ലോകത്തിൽ സമാധാനമുണ്ടാകാൻ അനുദിന ജപമാല ചൊല്ലുക. ഓരോ ദശകത്തിന് ശേഷവും ഓ എൻ്റെ ഈശോ എന്ന പ്രാർത്ഥന ചൊല്ലി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആവശ്യപ്പെട്ടു. അനുദിന ജപമാല വ്യക്തിപരമായി, കുടുംബമായി, കൂട്ടായ്മയായി ധാരാളം ജപമാലകൾ ചൊല്ലി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ അമ്മ മാതാവ്, അവൾ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. അവളാണ് സമാധാനത്തിൻ്റെ രാജ്ഞി. സമാധാന രാജാവായ ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. അവൾ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. വീണ്ടും നമുക്ക് എന്താണ് ആ സന്ദേശങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്? വിമല ഹൃദയ ഭക്തിയാണ്. എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് അനുസരിച്ചാൽ അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയും ലോകത്തിലും സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലെല്ലാം സമാധാനമുണ്ടാവുകയും ചെയ്യണ്ടോ. ആത്മാക്കൾ രക്ഷപ്പെടും, സമാധാനം സ്ഥാപിതമാകും, സമാധാനമുണ്ടാകും. വിമല ഹൃദയ ഭക്തിയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ വ്യക്തിപരമായി തന്നെ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുക. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. അവിടെ സമാധാനം കൈവരുമെന്ന് സ്വർഗം ഉറപ്പ് തരികയാണ്. വീണ്ടും ഈ സന്ദേശങ്ങളിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുന്നത്? ആദ്യ ശനി ആചരണമാണ്. മുടങ്ങാതെ 5 മാസങ്ങളിൽ ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ജപമാലയുടെ 5 ദശകങ്ങൾ ചൊല്ലുകയും ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് 15 മിനിറ്റ് എന്നോടൊത്തായിരിക്കുകയും ചെയ്യാം. ഇതെല്ലാം എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് മരണനാഴികയിൽ രക്ഷയ്ക്കു വേണ്ട വരപ്രസാദങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഫാത്തിമ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പരിശുദ്ധം അറിയിക്കുകയാണ് ആദിശനി ആചരണം.
ഇത് ഒരു അന്ധവിശ്വാസമല്ല സഹോദരങ്ങളെ. ഇതിന് നമ്മൾ ദൈവവചനത്തെക്കാളും പരിശുദ്ധ കുർബാനയെക്കാളും അമിതമായ പ്രാധാന്യം നൽകാനല്ല പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഒന്ന് പരിശുദ്ധ കുർബാനയാണ്, രണ്ട് പരിശുദ്ധ വചനമാണ്. വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധ കുർബാനയും. എന്നാൽ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ നിത്യരക്ഷയെ കൂടുതൽ ഉറപ്പിക്കുവാനും നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപാവരങ്ങളെ സമൃദ്ധിയിൽ ജീവിക്കുവാനും സ്വർഗം നമുക്ക് ചില എന്താ പറയുക ആത്മീയ രഹസ്യങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവിയുടെ സ്വർഗം നൽകിയ ഒരു വലിയ ആത്മീയ മർമ്മമാണ് ആദിശനി ആചരണം. ആദിശനി ആചരണം അത് ആത്മീയ ഒരുക്കത്തോടെ, അത് ഉദാസീനതയോടും അതിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളാതെ ബാഹ്യമായി നമ്മൾ അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമായില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ആന്തരികമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആദിശനി ആചരണത്തിലൂടെ എന്താണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നീ ഒരുങ്ങണം, ആത്മീയമായി ഒരുങ്ങണം. ആ ഒരുക്കത്തോടെ നമ്മൾ ഈ ആചരണം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രോമിസ് എന്താണ്? നമ്മുടെ മരണനാഴികയുടെ സമയത്ത് നമുക്ക് നമ്മുടെ നിത്യജീവൻ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കുവാൻ വേണ്ട പ്രസാദ വരങ്ങള് പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്ക് തരും, ത്രിയേക ദൈവം നമുക്ക് തരും. നമുക്കറിയാം, മരണനാഴിക അതൊരു പോരാട്ടത്തിന് സമയമാണ്. ആ സമയത്ത് സ്വർഗം നമ്മളെ സഹായിക്കും. ശാന്തമായി, സ്വസ്ഥമായി, വരപ്രസാദ നിറവിൽ നമുക്ക് ഈ ലോകം വിട്ട് കർത്താവ് ഒരുക്കിയ ശാശ്വത ഭവനത്തിലേക്ക് പോകുവാൻ നമുക്ക് സഹായകമാകുമെന്ന് സ്വർഗം അറിയിക്കുകയാണ് ഈ ഫാത്തിമ സന്ദേശങ്ങളിൽ. വീണ്ടും നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഉത്തിരിയ ഭക്തിയാണ്. ഫാത്തിമയിലെ സൂര്യനിൽ അത്ഭുതത്തോടൊപ്പം നടന്ന അവസാന പ്രദക്ഷിണത്തിൽ, അത് 1917 ഒക്ടോബർ 13 മറിയം തന്നെ നിവർത്തിപ്പിടിച്ച കരങ്ങളിൽ ഉത്തിരിയം പിടിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഉത്തിരിയ ഭക്തി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ജൂലൈ മാസം 16 നമുക്കറിയാം കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ ഉത്തിരിയം ഉണ്ടാകണം. അത് വെറും, ഞാൻ പറഞ്ഞത് ഒരു അന്ധവിശ്വാസമല്ല, അത് വെറും ഒരു ഭക്തി പ്രകടനമല്ല. നമ്മളിങ്ങനെ കപടാത്മാക്കളായി മറ്റുള്ളവരുടെ നമ്മുടെ ഭക്തി കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല. ഇത് സ്വർഗം തരുന്ന ആയുധങ്ങളാണ്, സ്പിരിച്വൽ വെപ്പൺസ് ആണ്. ആത്മീയ ആയുധങ്ങൾ. എന്തിന്? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. പിശാചിനെതിരെ, ലോകത്തിനെതിരെ, ജഡത്തിനെതിരെ നിരന്തരം ഒരു പോരാട്ടത്തിന് നമ്മൾ ഈ ആത്മീയ സമരത്തിൽ നമ്മുടെ ആത്മരക്ഷ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്വർഗം തരുന്ന ആത്മീയ ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തിരിയം. ഞാനത് അണിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, വർഷങ്ങളായിട്ട് ഈ ഉത്തിരിയം കഴുത്തിൽ അണിയുന്നുണ്ട്. ഭയങ്കര സംരക്ഷണം. കുളിക്കുന്ന സമയത്ത് മാത്രം ഊരി വയ്ക്കുക. അതുകൊണ്ട് കഴുത്തിൽ എപ്പോഴും ഉത്തിരിയം അണിയണം. കൈകളിൽ ജപമാലയും കഴുത്തിൽ ഉത്തിരിയം ഉണ്ടാകും. നമ്മുടെ കാരണന്മാർക്കൊക്കെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ പണ്ട് ഈ ഉത്തിരിയ ഭക്തിയിൽ അവർക്ക് നമ്മളെപ്പോലെ വചനവും അതുപോലെ നമ്മൾ ഇന്നത്തെ പോലെ നവീകരണ ശുശ്രൂഷകളോ ധ്യാനങ്ങളോ കൺവെൻഷനുകളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിലും സഭയുടെ പാരമ്പര്യങ്ങളിലും സഭ അനുഷ്ഠിച്ചു പോകുന്ന വിശ്വാസ പ്രബോധനങ്ങളിലൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. നല്ല കണിശക്കാരാ, നല്ല ചിട്ടവട്ടമുള്ളവരാ. അതുകൊണ്ട് നമ്മുടെ ചില പിതാക്കന്മാർ, ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ കഴുത്തിൽ ഉത്തിരിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ അമ്മച്ചിമാരാണെങ്കിലും. അപ്പം എൻ്റെ മാതാപിതാക്കളെ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. ദൈവം നമുക്ക് തന്ന മക്കളെയല്ല നിങ്ങൾ ഉത്തിരിയം അണിയിപ്പിക്കണം. അതൊരു അലങ്കാരത്തിന് വേണ്ടിയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടാൻ. അതുപോലെ ലോകത്തിൻ്റെ അരൂപി ഇന്ന് പ്രബലമാണ്. അതിൽ നിന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ചതിയിൽ, ലോകത്തിൻ്റെ വഞ്ചനകൾ, ലോകത്തിൻ്റെ വശ്യതയിൽ നിന്ന്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾ അവർ അറിയുന്നില്ലെങ്കിൽ, അവർക്ക് വിശ്വാസമില്ലെങ്കിൽ ഉറപ്പുണ്ട് അവരെ സംരക്ഷിക്കപ്പെടും. മാതാപിതാക്കളെ വിശ്വാസത്തിലൂടെ മക്കളെ കർത്താവ് സംരക്ഷിക്കും. അതുകൊണ്ട് മക്കളെ നിങ്ങൾ നിർബന്ധമായും സ്നേഹത്തോടെ എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളെ ഒത്തിരി അടിയിപ്പിക്കണം. നിങ്ങളുടെ കഴുത്തിൽ ഒത്തിരി ഉണ്ടാവണം. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, സഭയെ സ്നേഹിക്കുന്ന സഭയുടെ മകനും മകളുമാണെങ്കിൽ
എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരിയുമാണ്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്, അതൊരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്, അത് നമുക്കുള്ളൊരു വലിയ ആത്മീയ കവചമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ നല്ലതുപോലെ മനസ്സിലാക്കി ഉത്രിയ ഭക്തിയിൽ ജീവിക്കണം. അത് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. ഇന്ന് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസമില്ലാത്തവരായി ലൗകികരും ജഡീകരമായി അധപതിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ നമുക്കൊക്കെ ഈ ഭക്തി നഷ്ടപ്പെട്ടു. എവിടെ ഈ ഉത്രിയ ഭക്തി? ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കൈമോശം വന്നു പോയി. തന്മൂലം എന്താ സംഭവിക്കുന്നത്? കുടുംബങ്ങൾ ഇങ്ങനെ നശിക്കുന്നു. നിസാര കാര്യങ്ങളെ പ്രതി ഡിവോഴ്സുകൾ, കുടുംബത്തിൽ കലഹങ്ങൾ, ബന്ധങ്ങൾ നശിക്കുന്നു. സഹോദരങ്ങളെ, അതിൻ്റെയൊക്കെ ഒരു ചില കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവസാനമായി ആ സന്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? പ്രതിഷ്ഠയാണ്. നമ്മെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കള്, തലമുറകൾ, നമ്മുടെ സഭയെ, നമ്മുടെ കൂട്ടായ്മകളെ കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിനും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇത് കർത്താവ് ലൂസിയോട് പറഞ്ഞ സന്ദേശമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിരുഹൃദയ പ്രതിഷ്ഠ, എല്ലാ ദിവസവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിരുന്നു. അപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. കർത്താവിനെ രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുഹൃദയത്തിനെ വണങ്ങിക്കൊണ്ടുള്ള കുടുംബ പ്രതിഷ്ഠ എല്ലാ കുടുംബങ്ങളും നിർബന്ധമായി ചെയ്യണം. ഞാൻ ഉറപ്പ് പറയുന്ന കുടുംബങ്ങൾ നശിക്കാൻ കർത്താവ് എന്തൊക്കെ തകർച്ച വന്നോട്ടെ, എന്തൊക്കെ പ്രതിസന്ധികൾ സംഭവിച്ചോട്ടെ, അപ്രകാരമുള്ള കുടുംബങ്ങൾ നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഇത് കർത്താവിന്റെ പ്രോമിസ്. അവന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന്റെ തിരുഹൃദയമല്ല നമുക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രം. ആ ഹൃദയത്തിൽ മറയ്ക്കപ്പെടുന്ന ഒരു ആത്മാവും ഒരു കുടുംബവും ഒന്നും നശിച്ചു പോവില്ല. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വലിയ അഭയ സങ്കേതമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയം. ഓ, തിരുഹൃദയം. അതുപോലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ മക്കളെ സമർപ്പിക്കുക, കുടുംബങ്ങളെ സമർപ്പിക്കുക, തലമുറകളെ സമർപ്പിക്കുക, നമ്മുടെ സഭയെ സമർപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതിഷ്ഠ നമ്മുടെ സഭയിൽ പുതുക്കിക്കൊണ്ടിരിക്കണം. പിതാക്കന്മാരാണെങ്കിലും വൈദികരെ തങ്ങളുടെ ഇടവകളെ സമർപ്പിക്കണം. എൻ്റെ സഹോദരങ്ങൾ, വലിയ അനോയിൻറ്റിങ് ആണ്. അവിടെ വലിയ സംരക്ഷണം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ, ഇടവകളിൽ, കൂട്ടായ്മകളിലുള്ള അസ്വസ്ഥതകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, സ്നേഹരാഹിത്യത്തിൻ്റെ കെട്ടുപാടുകൾ, അതെല്ലാം ദൈവത്തിന് കൃപ വരും. കൃപ വരുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും, ആനന്ദം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും, വിശുദ്ധി ഉണ്ടാവും. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഇതെല്ലാം തകർന്നു പോകുന്നത്. ഈ സത്യം മനസ്സിലാക്കുക. എൻ്റെ സഹോദരങ്ങളെ, തിരുഹൃദയ പ്രതിഷ്ഠയും വിമലഹൃദയ പ്രതിഷ്ഠയും നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് കർത്താവ് നമ്മൾ അറിയിക്കുകയാണ് ഈ സന്ദേശങ്ങളിലൂടെ. നമ്മൾ മനസ്സിലാക്കണം, ഫാത്തിമ സന്ദേശങ്ങൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? അവിടെ നൽകുന്ന സന്ദേശം മാനസാന്തരമാണ്. മാനസാന്തരപ്പെടുക. പാപികളുടെ മാനസാന്തരം, നമ്മുടെ കുടുംബങ്ങളുടെ മാനസാന്തരം, നമ്മൾ ഓരോരുത്തരുടെയും മാനസാന്തരമാണ് കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ വെറും അത്ഭുതകരമായ രോഗശാന്തി, ശാരീരിക രോഗശാന്തി, അതൊക്കെ നമുക്ക് വേണം സഹോദരങ്ങളെ. അടിസ്ഥാന മാനസാന്തരം ഉണ്ടാവണം. കാരണം മാനസാന്തരപ്പെടാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കണോ? മാനസാന്തരം ഉണ്ടാവണം. മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരപ്പെടാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വെളിപാട് 21:27 ഈ സത്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, മാനസാന്തരപ്പെടണം. ഈശോ പറഞ്ഞ ലൂക്ക 13:5 എന്താ പറഞ്ഞത്? അനുതപിക്കുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അനുതപിക്കണം. നമ്മൾ ഫാത്തിമ സന്ദേശം നമുക്ക് തരുന്ന കുടുംബങ്ങൾ അനുതപിക്കണം, വ്യക്തികൾ അനുതപിക്കണം, സഭ അനുതപിക്കണം, നമ്മുടെ കൂട്ടായ്മകൾ അനുതപിക്കണം. മാനസാന്തരത്തിലേക്ക് വരണം. ബേസിക് കൺവെർഷൻ, അടിസ്ഥാന മാനസാന്തരം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തകർന്നവരും ലൗകികരും ജഡീകരും ഒക്കെ ദുരാശകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിന് കാരണം നമുക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൻ്റെ വേദന അതാണ്. അപ്പോസ്തലപ്രവർത്തനം 17:30 നാം കാണുന്നുണ്ട്. എന്താ പറയുന്നത്? കണ്ടു. എന്നാൽ ഇപ്പോൾ
എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന്, മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് അനുദപിക്കുക, മാനസാന്തരപ്പെടുക. അതുകൊണ്ട് പരിശുദ്ധമ്മ പറഞ്ഞ് പാപികളെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക. ശ്രദ്ധിച്ച് നിങ്ങൾ, അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ധാരാളം ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു പ്രാർത്ഥിക്കുക, സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾ നിങ്ങൾ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കുക. പ്രാശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെ അരൂപി നമുക്കുണ്ടാകണം. ഫാത്തിമ സന്ദേശങ്ങളിൽ ശക്തമായി വെളിപ്പെട്ട ഒരു മെസ്സേജ് അതാണ്. വെളിപാട് 9:21 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ചൊന്നും അവർ അനുതപിച്ചില്ല. ഈ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അനുതാപമില്ലാത്ത തലമുറ, മനസാന്തരം നഷ്ടപ്പെട്ടു പോയ തലമുറ. കർത്താവ് വേദനിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഇന്നും ഗെത്സമനയിൽ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ നിലവിളിച്ച കർത്താവ് ഇന്നും നമ്മെ നോക്കി കരയുകയാണ്. എന്താ കർത്താവിൻ്റെ കരച്ചിൽ? നമ്മുടെ കഠിന ഹൃദയം, നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം. നോ റിപ്പൻറ്റൻസ്, അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ കഠിന ഹൃദയരായിട്ടുള്ള നമ്മുടെ ജീവിതം കണ്ട് ഈശോ വേദനിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് രക്തക്കണ്ണീരൊഴുക്കി കരയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്കത് അത്ഭുതമായിട്ട് തോന്നാം. നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ വേദനയോടെ കരയുമ്പോൾ നമുക്കത് അത്ഭുതമാണോ? ഇന്ന് നമ്മുടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കി കരയുന്നുണ്ടെങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും ആത്മനാശം കണ്ടുകൊണ്ട്, തൻ്റെ മക്കള് നിത്യനാശത്തിലേക്ക് പോകുന്നത് കണ്ട് നമ്മുടെ അമ്മ മാതാ വേദനയോടെ കരയുകയാ. ആ അമ്മയെ ആശ്വസിപ്പിക്കണമെങ്കിൽ നമുക്ക് റിയൽ റിപ്പൻറ്റൻസ് ഉണ്ടാകും, അനുതാപം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ അനുതാപം ഉണ്ടാവണം. അവർ അനുതപിച്ചില്ല. അത് സഹോദരങ്ങളെ, ഈ മെസ്സേജിൻ്റെ കാലിക പ്രസക്തി അത് 100 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചല്ലേ എന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. ഞാൻ വിശ്വസിക്കുന്നു ആ നാളുകളേക്കാൾ ഈ കാലഘട്ടത്തിലാണ് ഈ സന്ദേശങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളത്. അതിൻ്റെ കാലിക പ്രസക്തി മനസ്സിലാക്കി ഒരു 7 വയസ്സ് പ്രായമുള്ള ജസീന്തയോട് പരിശുദ്ധ അമ്മ അറിയിച്ച ചില കാര്യങ്ങൾ, 3 കാര്യങ്ങളെ പറഞ്ഞത്. ഒന്ന് അവിടെ പറഞ്ഞത് ദൈവനിന്ദയാണ്. ലോകത്തിൽ നടക്കുന്ന, കർത്താവിനെതിരെ നടക്കുന്ന അപമാനങ്ങൾ, ദൈവനിന്ദാപരമായ പ്രവർത്തികളെക്കുറിച്ച് മാതാവ് അവളെ അറിയിച്ചു. 3 കാര്യം ആ മെസ്സേജിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളാണ് പ്രത്യേകം മാതാവ് എടുത്തു പറഞ്ഞത്. ഒന്ന്, ദൈവനിന്ദ, ജഡീക പാപങ്ങൾ, ചടപാപങ്ങൾ, ഒരു പ്രളയം പോലെ ലൈംഗിക അരാജകത്വങ്ങൾ, ജഡീക പാപങ്ങൾ കുടുംബങ്ങളിൽ, സഭയിൽ, ലോകത്തിൽ ഇതുപോലെ വർദ്ധിക്കുമെന്ന് അമ്മ പറഞ്ഞു. ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ലത്. 7 വയസ്സുള്ള ഈ കുഞ്ഞിനെ എന്ത് മനസ്സിലാവാൻ? അതൊക്കെ ജഡീക പാപം എന്നൊക്കെ പറയും. അന്ന് ഇന്നത്തെ പോലെയുള്ള ഇതുപോലെയുള്ള അരാജകത്വങ്ങൾ 100 വർഷം മുൻപാണ്. സോഷ്യൽ മീഡിയ ഇല്ല, TV ഇല്ല, ഒരു മീഡിയാസും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ആർക്കും വിശ്വസിക്കാൻ പറ്റാതൊക്കെ ജഡീക പാപങ്ങൾ അതിപ്രസരം. 2ാമത് പറഞ്ഞത് പരിഷ്കാരമോടിയുള്ള വസ്ത്രധാരണം. ഇന്ന് നമ്മുടെ പല കുട്ടികളും, പല സ്ത്രീകൾ പോലും ദേവാലയത്തിലേക്ക് വരുന്നത് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്. അതൊക്കെ നമുക്ക് കർശനമായ നിലപാടുണ്ടായിരിക്കണം. വിവാഹവേദിയിൽ ഇടത് കാലത്തല്ലേ കണ്ടത്, എൻ്റെ സഹോദരങ്ങളെ, ഒരു സ്ത്രീ വളരെ മോശമായിട്ട് ആ പെൺകുട്ടിയോർത്ത് ഞാൻ വിധിക്കുന്നതല്ല. നമ്മൾക്ക് ശ്രദ്ധ വേണം. വിവാഹത്തിന് കർത്താവിൻ്റെ അൾത്താരയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നത് ശരീരത്തിൽ അല്പം സ്വല്പം മാത്രമേ വസ്ത്രമുള്ളൂ. അതുപോലെ മോശമായി, മ്ലേച്ഛമായി, ഏറ്റവും പരമോന്നതമായ ഒരു കുദാശ സ്വീകരിക്കാൻ പോവാണ്. വസ്ത്രധാരണ പറയുന്നത്. അവിടെ വൈദികരുണ്ട്, അവിടെ ജനമുണ്ട്. അങ്ങനെയുള്ള യാതൊരു ചിന്തയില്ലാതെ ഏത് രീതിയിൽ എങ്ങനെയും വസ്ത്രം ധരിച്ചു വരാമെന്ന് നിങ്ങൾ ചിന്തിക്കണം. 100 വർഷം മുമ്പ് പറഞ്ഞ കാര്യ പരിഷ്കാരമോടിയിലുള്ള വസ്ത്രധാരണം. അന്ന് പരിശുദ്ധ അമ്മ ഇത് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് ലോകം അങ്ങനെ ആയിരുന്നില്ല സഹോദരങ്ങളെ, വിശ്വസിക്കാൻ പറ്റിയില്ല. 3ാമത് പറഞ്ഞത് ദൈവത്തിൽ നിന്നല്ലാത്തതും ദൈവം ആഗ്രഹിക്കാത്തതുമായ
വിവാഹബന്ധങ്ങൾ ലിവിങ് ടുഗദർ, അതൊക്കെ ഏതാനും വർഷമായിട്ടുള്ളൂ. 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ലിവിങ് ടുഗദർ ഉണ്ടാകും, ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളുണ്ടാകും, അവർ വിവാഹം കഴിച്ചവരാണെന്ന് അങ്ങനെ വിവാഹിതരെ പോലെ ജീവിക്കും. ഇതിലൊന്നും പ്രസാദപരമില്ല അമ്മ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കാലിക പ്രസക്തി വരുന്നത്. അതുകൊണ്ട് കണ്ണുനീരോടെ മാനസാന്തരത്തിന് വേണ്ടി, അനേകർക്ക് അനുതാപം കിട്ടാൻ വേണ്ടി, ഹൃദയകാഠിന്യം മാറാൻ വേണ്ടി, ദൈവകൃപ നിറയപ്പെടുവാൻ വേണ്ടി, എൻ്റെ സഹോദരി സഹോദരങ്ങൾ, കണ്ണുനീരോടെ നമ്മൾ ജപമാലകൾ ചൊല്ലി ത്യാഗമെടുത്ത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മൾ അറിയിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം നിത്യതയെക്കുറിച്ചുള്ള സന്ദേശമാണ്. നരകമുണ്ടെന്ന് ലോകം അറിഞ്ഞു. സ്വർഗം മാത്രമല്ല, നരകമുണ്ട്, നിത്യനരകം. കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട്, മാരക പാപത്തിൽ ജീവിച്ച വ്യക്തികൾ അനുതപിക്കുന്നില്ലെങ്കിൽ മരണമടഞ്ഞ അടുത്ത നിമിഷത്തിൽ നിത്യനരകത്തിൽ നിപതിക്കുമെന്ന്. നരകത്തിന്റെ അസ്തിത്വത്തെ തിരുസഭയുടെ പ്രബോധന അധികാരം സ്ഥിരീകരിക്കുന്നു. ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല. കർത്താവായ യേശുവിന്റെ ശക്തമായ പ്രബോധനങ്ങളിൽ ഒന്നാണ് നിത്യനരകം. തിരുസഭ അത് വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാർ വിശ്വസിച്ചു, അപ്പോസ്തലന്മാർ വിശ്വസിച്ച് പഠിപ്പിച്ചു, സഭയിലെ വിശുദ്ധാത്മാക്കൾ വിശ്വസിച്ച് പഠിപ്പിച്ചു. പലർക്ക് നരകദർശനങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്തു. ഈ കാലഘട്ടത്തിൽ നരകത്തെക്കുറിച്ച് മിണ്ടിപ്പോരുന്ന പറയുന്നു. പേടി വരുന്നു. ഈ 7 വയസ്സും 9 വയസ്സും 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് സ്വർഗം നരകദർശനം കൊടുത്തത്. നിങ്ങൾ ചിന്തിച്ച കർത്താവ് പൊട്ടനാണോ സഹോദരങ്ങളെ? ഈ നരകദർശനം ആർക്കാ കർത്താവ് കാണിച്ചു കൊടുത്തേ? 95 വയസ്സായി മരണാസനായി കിടക്കുന്ന വല്യപ്പച്ചനല്ല, 7 വയസ്സുള്ളൊരു കുഞ്ഞിന്. ആ കുഞ്ഞിന് ഭയം തോന്നില്ലേ? അപ്പൊ സ്വർഗം അത് കാണിച്ചു കൊടുത്തുവെങ്കിൽ നമ്മുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? വെറും ഈ ലോകവും ലൗകികതയും ഭൗതികതയും മാത്രം പറഞ്ഞ് നമ്മുടെ മക്കള് നശിച്ചു പോയാൽ അവരുടെ ആത്മനാശത്തിന് ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ. ഇതൊന്നും തമാശ പറയല്ല. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാ, മാറിപ്പോകാത്തതാ. ആർക്കും ഇത് മാറ്റാനുള്ള അധികാരമില്ല. ഇത് ജീവന്റെ വചന, സത്യത്തിന്റെ വചനം. ഇത് കർത്താവിന്റെ വചനമാണ് സഹോദരൻ. ഇത് മാറില്ല. ആകാശം ഭൂമി മാറിയാൽ എൻ്റെ വചനം മാറില്ല. നിത്യതയെക്കുറിച്ച് 1917 ജൂലൈ 13-ാം തീയതിയാണ് നരകദർശനം കൊടുത്തത്. ആ നരകദർശനത്തിന് ശേഷം സ്വർഗം പഠിപ്പിച്ചു പരിശുദ്ധ അമ്മയിൽ, ഓ എൻ്റെ ഈശോയെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി നിങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ഇത് മനുഷ്യരെഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ല, സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ്. നമ്മൾ വർഷങ്ങളായി ഓരോ ജപമാലയുടെ ദശകത്തിന് ശേഷം ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിത്യതയുടെ പ്രത്യാശയില്ലാതെ ധനി ലൗകികരായി ജീവിക്കുന്നവർക്ക് അനുതാപം വരാൻ വേണ്ടി, വിശ്വാസം വളരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ പോലും പലരും ചിന്തിക്കുന്നുണ്ട്, സ്വർഗോ നരകോ, അതൊക്കെ ഇവിടെ തന്നെ. സ്വർഗവും നരകമൊന്നുമില്ല. നിത്യതയെക്കുറിച്ച് ദർശനമില്ലാതെ, നിത്യജീവന്റെ പ്രത്യാശയില്ലാതെ വെറും ലോകം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. അവർക്ക് മാനസാന്തരം ഉണ്ടാകണം, വിശ്വാസം വരണം. അതിനുവേണ്ടി ത്യാഗമെടുക്കാൻ, പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ സ്വർഗം ആവശ്യപ്പെടും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 യുഗാന്ത ദർശനമാണ് പരിശുദ്ധ അമ്മ അവിടെ കാണിക്കുന്നത്. സൂര്യനിൽ നടന്ന അത്ഭുതം അതാണ്. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടം, ലോകത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെയും പ്രതിസന്ധികളുടെയും ക്ലേശങ്ങളുടെയും സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയിക്കുവാനാണ് ഞാൻ അടയാളം കാണിച്ചത്. ഇന്ന് ലോകത്തിലേക്ക് നിങ്ങൾ നോക്കി, ഭയങ്കര കെടുതികളല്ല സഹോദരങ്ങളെ. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മറുഭാഗത്ത് കലഹങ്ങൾ, അസ്വസ്ഥതകൾ, സ്നേഹരാഹിത്യങ്ങൾ, ഭിന്നതകൾ, വിഭാഗീയതകൾ. എവിടെ സമാധാനമില്ല, സന്തോഷമില്ല, പങ്കുവയ്ക്കുന്ന അനുഭവമില്ല. എല്ലാവരുടെ ഉള്ളങ്ങളിൽ ഒരു ശൂന്യത. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി?
ഉള്ളിൽ ഭയങ്കരമായ സങ്കടം. ആരോട് പറയാനാ? എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതൊന്നും വിചാരിതങ്ങളല്ല, കാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ എന്താ നമ്മോട് പറയുന്നത്? ഇത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകൾ, ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകൾ. പ്രാർത്ഥനയും പരിത്യാഗവും നമ്മൾ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ഈ ഫാത്തിമ ദിനത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ ഈ പ്രവചന സന്ദേശങ്ങളുടെ യഥാർത്ഥ ചൈതന്യം, അതിനെ റിയൽ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മാതാവിനോട് അമിതമായ ഭക്തിയും ഭ്രാന്തുള്ളവരാകാനല്ലേ പറയുന്നത്. നമുക്ക് ഏറ്റവും അധികം വേണ്ടത് പരിശുദ്ധ വചനത്തോടും പരിശുദ്ധ കുർബാനയോടും ഈശോയോട് തന്നെയാണ്. മാതാവ് ഒരു ദൈവസൃഷ്ടിയാണ്. അതുകൊണ്ട് അമ്മയുടെ പുറകെ പോകാനല്ല പറഞ്ഞു വരുന്നത്. ഈ സന്ദേശങ്ങൾ, അമ്മയെ നമ്മൾ സ്നേഹിക്കണം, അമ്മയെ നമ്മൾ മാനിക്കണം. അവൾ സഭയുടെ അമ്മയാണ്, ദൈവവചനത്തിൻ്റെ നാഥയാണ്, പരിശുദ്ധ കുർബാനയുടെ അമ്മയാണ്, യുഗാന്ത സഭയുടെ സംരക്ഷകയാണ്, സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ. നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കണം, അമ്മയെ ചേർത്ത് പിടിക്കണം, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ജപമാലകൾ ചൊല്ലണം. ആ ഒരു ഭക്തിയിൽ നമ്മൾ ആയിരിക്കുക. അമിത ഭക്തിയിൽ അതൊക്കെ ഒത്തിരി അപകടങ്ങളാണ്. അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ, സ്വകാര്യ പ്രവചനങ്ങളുടെ പുറകെ പോയി അതിനൊക്കെ ദൈവവചനത്തോടും സഭയുടെ പ്രബോധനങ്ങളോടും സഭയുടെ സത്യവിശ്വാസങ്ങളോടും അടിസ്ഥാനപ്പെട്ടതായിരിക്കണം നമ്മുടെ പ്രവചനങ്ങളും വെളിപാടുകളൊക്കെ എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട ഈ സന്ദേശങ്ങളുടെ കാലിക പ്രസക്തി, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി അതിന് റിയൽ സ്പിരിറ്റ്, യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് കൂടുതൽ സഭയിൽ പ്രചരിപ്പിക്കുവാനും അത് ലോകത്തിൽ അത് കൂടുതൽ പ്രഘോഷിക്കുവാനുമായി നമുക്ക് തീരുമാനമെടുക്കാം. അതിനായി പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മേവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടെ ഫാത്തിമ ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈശോയുടെ നാമത്തിൽ അമ്മ മാതാവിനോട് ചേർന്ന് ആശംസിക്കുകയാണ്.